ബിഗ് ബോസ് സീസൺ 50 ദിവസത്തിലെത്തി നിൽക്കുമ്പോഴും റോബിനെ പോലെയോ അഖിലിനെ പോലെയോ രജിത് കുമാറിനെ പോലെയോ ഒരു സ്പെഷ്യലായിട്ടുള്ള മത്സരാർത്ഥിയുടെ പേര് എടുത്തു പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ജിൻഡോയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രേക്ഷക പിന്തുണ അത്തരം ഒരു സ്പെഷ്യൽ വിദൂരതയിലല്ലെന്ന സൂചനയാണ് നൽകുന്നത്. ബിഗ് ബോസ് പാര പണിഞ്ഞില്ലെങ്കിൽ ഈ സീസണിൽ ശക്തരായ നിരവധി താരങ്ങൾ വൈൽഡ് കാർഡ് എൻട്രി വരെ വന്നു പോയെങ്കിലും ജിൻഡോയെ പോലെ ജനപ്രീതി ആർജിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ലെന്ന് പറയാം. ചെറിയ കുസൃതികളും കുറച്ച് കുത്തിത്തിരിപ്പുമൊക്കെയായി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കുകയാണ് ഈ മത്സരാർത്ഥി. സോഷ്യൽ മീഡിയയിലെ പോളുകളിലും 60% വോട്ടോടുകൂടി ജിൻഡോയാണ് മുന്നിട്ട് നിൽക്കുന്നത്. സമർ മീഡിയ തുടങ്ങിയ പ്രമുഖ ഓൺലൈൻ ഇടങ്ങളിൽ നടന്ന സർവേകളിലും സിബിനൊപ്പം വോട്ട് നേടി 2ാം സ്ഥാനത്ത് ജിൻഡോയായിരുന്നു. എന്നാൽ ജിൻഡോയെ ആരോപണങ്ങൾ കൊണ്ടുമൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഹൗസിലുള്ളവർ. അതിനുള്ള വടി കൊടുക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ്. കൂടാതെ പ്രായത്തെ പോലും മാനിക്കാത്ത പിള്ളേരുടെ ഇടാപ്പോടാ വിളികൾ ജാസ്മിൻ തല്ലുക വരെ ചെയ്തു. കൂടാതെ ജിൻഡോയെ ഒതുക്കാൻ സായി, സിജോ, മുടിയൻ ഉൾപ്പെടെയുള്ളവർ ജബ്രികളുടെ കീഴിൽ അണിനിരന്ന് ചർച്ചകൾ നടത്തുന്നതും ലൈവിൽ കണ്ടു. അതുപോലെ ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചെന്ന ആരോപണം, ആ വീഡിയോ വീക്കെൻഡ് എപ്പിസോഡിൽ മര്യാദയ്ക്ക് കാണിച്ചിരുന്നെങ്കിൽ ഹൗസിലുള്ളവർക്ക് ജിൻഡോയുടെ നിരപരാധിത്വം മനസ്സിലാകുമായിരുന്നു. അത് ചെയ്തയാളെ പ്രേക്ഷകർക്കറിയാം. എന്നാൽ അതിന്റെ പേരിൽ ഇന്നത്തെ ലൈവിൽ പോലും ജിൻഡോയെ മുടിയൻ ഋഷിയെ പോലുള്ള വാലുകൾ ടോർച്ചർ ചെയ്യുന്നതും കണ്ടു. പിന്നെ ഹൗസിലുള്ള ഒരേയൊരു നല്ല പിള്ള അർജുനാണ്. ജാൻമണി ഒന്ന് കണ്ണടച്ചതുകൊണ്ട് ഇപ്പോഴും ശ്രീധുവിന്റെ വായി നോക്കിയിരിക്കാൻ കഴിയുന്നു. ജാൻമണിയെ 9 എന്ന് വിളിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നടന്ന ശ്രീധുവിന്റെ തങ്കം അത് അറിയാതെ പറഞ്ഞു പോയതാണെന്ന് കരുതാം. പക്ഷേ ആൾക്കൂട്ടത്തിനിടയിലൂടെ കൈയിട്ട് ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ജിൻഡോയുടെ തലയിലിട്ടതോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നു. സിബിന്റെ ആ ഒരു ആക്ഷനെ കുറിച്ച് വിസ്തരിക്കാൻ രാവിലെ മുതൽ മോഹൻലാൽ എടുത്ത ബിൽഡപ്പ് നമ്മൾ കണ്ടതാണ്. എപ്പിസോഡിന് മുമ്പ് 2 പ്രൊമോ, വൈകുന്നേരത്തെ എപ്പിസോഡിൽ ആദ്യാവസാനം വരെ ഒരു പാവം ചെറുപ്പക്കാരനെ റോസ്റ്റ് ചെയ്ത് മനസ്സ് തകർത്ത് ഹൗസിൽ നിന്ന് ഓടിച്ചു വിട്ടു. സിബിനെ ഓടിക്കാൻ കാണിച്ച ആ ഒരു ശുഷ്കാന്തി ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ലെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ജിൻഡോ പ്രേക്ഷക പിന്തുണയിൽ കപ്പിൽ തൊട്ടു കഴിഞ്ഞു. സിബിൻ പോയതിനു ശേഷം ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ സിജോ ആയിരുന്നു. എന്നാൽ റോക്കിയുടെ ഇടിയിൽ പറന്നുപോയ ആ കിളി ഹൗസിന് പുറത്ത് തന്നെയാണ്. സിജോ അകത്തും കയറിയിട്ടുണ്ട്. കാട്ടുതീയാണെന്നാണ് സ്വയം പറച്ചിൽ. ഇനി ആ പറന്നുപോയ കിളി തീപ്പെട്ടിയുമായിട്ട് വന്നിട്ട് വേണം കത്തിക്കാൻ. ജിൻഡോയേക്കാൾ ശക്തരായ മത്സരാർത്ഥികളാണ് ജാസ്മിൻ അടക്കമുള്ളവർ. എന്നാൽ ജാസ്മിന് പുറത്ത് നെഗറ്റീവായി മാറിയത് ജിൻഡോയ്ക്ക് കൂടുതൽ ഗുണം ചെയ്തു എന്ന് പറയാം. ബാക്കിയുള്ളവരെല്ലാം മത്സരത്തിൽ നിന്ന് പിന്നോട്ട് മാറുന്നതും ജിൻഡോയെ മുന്നിലേക്ക് എത്തിച്ചു.